എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എൻ്റെ പൊന്നു പിള്ളേരെ, ഈ മെം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സീരീസ്? അതാദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വരാനിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞു പോയ എല്ലാ PSC പരീക്ഷകളിലും റാങ്ക് നേടിയവർ, അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ റാങ്ക് നേടണം, നല്ലൊരു റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ നമ്മൾ വരണം, നല്ല ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, PSC പരീക്ഷ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സബ്ജക്റ്റുകളാണ്, അവർ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, ഏറ്റവും സീരിയസ് ആയി കാണുന്ന 3 വിഷയങ്ങളാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഈ 3 വിഷയങ്ങളിൽ യാതൊരു പഴുതും കൂടാതെ, ഒരു വിധമായ ഒരു ന്യൂനതകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഏറ്റവും സെറ്റായി നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്ന അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി നിങ്ങളൊരു എക്സാമിനേഷന് പോയിട്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വളരെ നിശ്ചിത സമയത്തിനുള്ളിൽ ഗംഭീരമായി ഈ 3 വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ തീർത്തും സൗജന്യമായി യൂട്യൂബിലൂടെ നൽകുന്ന ഒരു സെഷനാണ് മെൻ. ഈ മെം എന്ന് പറയുന്ന സെഷനിലെ എം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇങ്ങനെയാണ് 3 ലെറ്ററുകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാനും അതേപോലെ നമ്മുടെ ഗീതു ടീച്ചറും റിയാസ് സാറുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു മെം സീരീസ് തുടർച്ചയായി നടത്തിക്കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഒരാൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ അവിടെ ആരും എന്നെ സഹായിക്കാനൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സെഷനുകളും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബ് നോക്കാൻ കഴിയാതെ പോയത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന ഓരോ സുഹൃത്തുക്കളും ഒരു ചെറിയ സഹായം ചെയ്യേണ്ടത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതാണ് നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ഒരു ക്ലാസ് അരമണിക്കൂറാണ് നിങ്ങൾ കാണുന്നതെങ്കിലും അരമണിക്കൂർ കൊണ്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ദിവസം എടുക്കും. തീർത്തും പറഞ്ഞാൽ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിയാൽ മാത്രമേ പറ്റൂ. അപ്പോൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക്, ഈ PSCയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ യൂട്യൂബേഴ്സിനും അറിയാം, ഒരു ദിവസം നമ്മളത് മാറ്റണം. ഇവിടെ ഞാൻ ഈ 3 അധ്യാപകരെയും നമ്മൾ 3 പേര് ചേർന്നാണ് ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെ മെം സീരീസ്. വരാനിരിക്കുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ഉത്തരം നൽകും. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ ഈ ഒരു സെഷൻ സഹായിക്കും. ഞാൻ മാത്സിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ മെം സെഷനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ പെർസെൻറ്റേജിലെ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു, ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് ഓരോ ചോദ്യ പേപ്പറിലും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമുക്ക് തെറ്റരുത്, ഇതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരു ചോദ്യത്തെ നമുക്ക് പെർസെൻറ്റേജിൽ നിന്നും നമുക്ക് അടർത്തിയെടുത്ത് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. ഏവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എ ബാറ്റ്സ്മാൻ, ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്ന ആളിനെ ബാറ്റ്സ്മാൻ, പുതിയ വാക്ക് ബാറ്റർ എന്നാണ്. ഒരാൾ 120 റൺസ് സ്കോർ ചെയ്തു, ഒരാൾ ബാറ്റിങ്ങിൽ 120 റൺസ് നേടി. വിച്ച് ഇൻക്ലൂഡഡ്, അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? 3 ബൗണ്ടറി ഉണ്ട് എന്ന് പറഞ്ഞാൽ 3 4 അടിച്ചു, 8 6 അടിച്ചു. അപ്പം 3 4ഉം 8 6ഉമാണ് അയാൾ നേടിയത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ബൗണ്ടറിയിലൂടെയും സിക്സിലൂടെയും ഒക്കെ നേടിയ റൺസ്. നേടിയ റൺ. അപ്പോൾ ഇയാൾ 120 റൺസ് സ്കോർ ചെയ്തതിൽ 3 4 ഉണ്ട്, 8 6 ഉണ്ട്. അപ്പം 3 4 എന്ന് പറയുമ്പോൾ 3 × 4 12 പ്ലസ് 8 6 അടിച്ചു, 8 × 6 48. അങ്ങനെ 48ഉം 12ഉം 60 റൺസ്. കണ്ടോ? അപ്പം ഈ 120 റൺസിൽ അയാൾ ബൗണ്ടറിയിലൂടെയും അതേപോലെ സിക്സിലൂടെയും നേടിയ റണ്ണ് 60 റണ്ണാണ്. 60 റണ്ണ് നേടി. എന്നാൽ എന്താ പറയുക, അയാൾ ബാക്കിയുള്ളത്, അയാൾ ബാക്കി റണ്ണ്, അതായത് എന്തു പറയാം, റണ്ണിങ്ങിലൂടെ ഓടി നേടിയത്. ഓടി നേടിയത്, റണ്ണിങ്ങിൽ ഓടി നേടിയതെന്ന് തന്നെ എഴുതാം കേട്ടോ, അതാണ് നല്ല വാക്ക്. ഓടി നേടിയ റൺസ്. അപ്പം മൊത്തം 120 റൺസിൽ 60 റൺസ് ബൗണ്ടറിയിലൂടെ നിന്നുകൊണ്ട് 6 അടിച്ചു, 4 അടിച്ചു, അങ്ങനെ നമുക്ക് 60 റണ്ണ് കിട്ടി. ബാക്കിയെല്ലാം ഇയാൾ കിടന്ന് എന്ത് ചെയ്യണം? ഈ ഓടിയെടുക്കണം. അങ്ങനെ ഓടിയെടുത്ത റൺസ് 60.
കാരണം മൊത്തം 120-ൽ 60 റൺസ് ബൗണ്ടറിയിലൂടെയും സിക്സിലൂടെയും വാങ്ങിച്ചാൽ ബാക്കി 60 റൺസ് എന്തായാലും ഓടി നേടാനേ പറ്റുള്ളൂ. റൺസ് ഒരു ബാറ്റ്സ്മാന് 2 രീതിയിൽ റണ്ണ് നേടാൻ പറ്റും. ഒന്നിൽ 6ഉം 4ഉം അടിക്കണം, അല്ലെങ്കിൽ ഓടി നേടണം. അപ്പോൾ ഓടി നേടിയ റൺസ് 60 ആണ്. ഇനി നമുക്ക് വേണ്ടത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ടോട്ടൽ സ്കോർ ഡിഡ് ഹി മേക്ക് ബൈ റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്. വിക്കറ്റിൻ്റെ ഇടയിൽ, ഇതാണ് ക്രിക്കറ്റ് കളിക്കാരൻ കളിക്കുന്ന സ്റ്റെമ്പുകൾ കേട്ടോ. ഇതിനിടയിൽ ഇവിടെയാണ് ബാറ്റ്സ്മാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇയാളിങ്ങനെ ഓടും, തിരിച്ചോടും, കണ്ടിട്ടില്ലേ? അങ്ങനെ 60 റൺസ് എടുത്തു. ഈ ഓടി നേടിയ റൺസ് ടോട്ടൽ നേടിയ റൺസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് ഓഫ് ഹിസ് ടോട്ടൽ സ്കോർ ഡിഡ് മേക്ക് ബൈ റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്. അപ്പോൾ റൺ സ്കോർ, പെർസെൻറ്റേജ് ഓഫ് റൺസ് സ്കോർഡ് ബൈ റണ്ണിങ്. റണ്ണിങ്ങിലൂടെ നേടിയ റൺസിൻ്റെ പെർസെൻറ്റേജ് 120-ൽ എത്ര പെർസെൻറ്റേജ് ആണ് റണ്ണിങ്ങിലൂടെ, അത് കണ്ടുപിടിക്കാൻ റണ്ണിങ്ങിലൂടെ നേടിയ റൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റൺസ് ഇൻറ്റു 100. അപ്പോൾ ഈ 0 ക്യാൻസൽ, ഇത് ക്യാൻസൽ, 6-ൽ 1 6, ഇത് 2 6, 2ഉം 100ഉം ക്യാൻസൽ, 50 പ്രാവശ്യം 50%. ശ്രദ്ധിച്ച് കേട്ടോണം, 120 റൺസ് സ്കോർ ചെയ്തതിൽ 50% റൺസ് എങ്ങനെയാണ്? റണ്ണിങ്ങിലൂടെയാണ് നേടിയത്. അതെങ്ങനെ കണ്ടുപിടിക്കും? റണ്ണിങ്ങിലൂടെ നേടിയ റൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റൺസ് ഇൻറ്റു 100. റണ്ണിങ്ങിലൂടെ നേടിയ റൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റൺസ് ഇൻറ്റു 100 ചെയ്താൽ റണ്ണിങ്ങിലൂടെ നേടിയ പെർസെൻറ്റേജ് കിട്ടും, റൺസിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ ആണോ? പക്കയല്ലേ? ഏത് പരീക്ഷയാണ്? റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രിലിമിനറി എക്സാം 2016 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത്, എ സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 4/5. ഒരു നമ്പറിനെ 4/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്പർ എന്താണ്? നമ്പർ നമുക്കറിയില്ല. നമ്പർ ഇസ് ഈക്വൽ ടു എക്സ്. ഒരു നമ്പറിനെ ഒരാൾ 4/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് 5/4. അയാൾ യഥാർത്ഥത്തിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് 5/4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇയാൾ 4/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്തായാലും ഒരു തെറ്റ് എന്തായാലും സംഭവിച്ചു പോയി. എന്താണ് തെറ്റ്? 5/4 പകരം ഇയാൾ 4/5 എന്ന് എഴുതി, അല്ലേ? അപ്പം 5/4 എഴുതേണ്ടടുത്ത് ഇയാൾ 4/5 എന്ന് എഴുതി. ഇനി പെർസെൻറ്റേജ് ഓഫ് എറർ കണ്ടുപിടിക്കാൻ ഒറിജിനൽ വാല്യൂ മൈനസ് എറർ വാല്യൂ, എറർ എത്രയാണോ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ, ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ എററിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ എഴുതാൻ പറഞ്ഞ വില എന്താണോ അതിൽ നിന്ന് അതേ മൈനസ് തെറ്റായി എഴുതിയ വില ഡിവൈഡഡ് ബൈ ഒറിജിനൽ വില ഇൻറ്റു 100. അപ്പോൾ ഒറിജിനൽ വില എത്രയാ പറഞ്ഞേ? ഒറിജിനൽ വാല്യൂ എത്രയാണ്? ഒറിജിനൽ വാല്യൂ 5/4 ആണ്. മൈനസ് തെറ്റായി എഴുതിയതോ 4/5 ആണ്. ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 5/4 ആണ്, ഇൻറ്റു 100. ഇനി എല്ലാവരും നോക്കണേ, ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കുറച്ചെടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഈ 5 ഇൻറ്റു ഈ 5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 ഇൻറ്റു 5 എത്രയാണ്? 25. ഞാനിവിടെ എഴുതുകയാണ്. ഇനി ഈ 4 ഇൻറ്റു ഈ 4 എത്രയാണ്? 16. ഇടയിലുള്ള ചിഹ്നം എന്താ? മൈനസ്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ 5-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 4-നെ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഈ 4-നെ ഈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 20 കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ 9/20 എന്ന് കിട്ടും. മുകളിലത്തെ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ പാർട്ട് 9/20 ആണ്. 9/20. ഓക്കെ, സോറി, 9/20. ഓക്കെ, ക്ലിയർ ആണ്. 9/20. ഇനി ഇത് ഈ ഡിവൈഡിന് പകരം ഞാൻ ഡിവൈഡിൻ്റെ ഇൻറ്റു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടോ ഡിവൈഡ് തന്നെ കൊടുക്കാം. കണക്ക് അറിഞ്ഞുകൂടാത്തുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്ക് ഒരു സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്യുമ്പം ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ ഡിവൈഡിന് പകരം നമുക്ക് ഈ ഡിവൈഡ് കൊടുക്കാം. ഇത് 5/4. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഡിവൈഡിന് പകരം നമുക്ക് ഇൻറ്റു ആക്കാം. അപ്പോൾ 9/20 ഇൻറ്റു ഇതിനെ തിരിച്ചിടാം 4/5. കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 100 ഉണ്ടേ, ഇൻറ്റു 100 ഉണ്ട്. ഇനി ഇതും കൂടെ വെട്ടിപ്പോകുന്നു. ഇത് 1 പ്രാവശ്യം, ഇത് 5 പ്രാവശ്യം. ഈ 5ഉം ഈ 100ഉം കൂടെ വെട്ടിപ്പോകുന്നു 20 പ്രാവശ്യം. ഈ 5ഉം ഇതും കൂടെ വെട്ടിപ്പോകുന്നു 4 പ്രാവശ്യം. ഇനി ബാക്കിയുള്ളത് 9 ഇൻറ്റു 4 36%.
ഓക്കെ, സോ ദ എറർ പെർസെൻറ്റേജ് 36%. എൻ്റെ പൊന്നു പിള്ളേരെ, 5/4 എന്ന് എഴുതാൻ പറഞ്ഞ സ്ഥലത്ത് ഒരാൾ 4/5 എന്ന് എഴുതി ഒരു പ്രോബ്ലം സോൾവ് ചെയ്തപ്പോഴുണ്ടായ എറർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 36%. 36%. എറർ പെർസെൻറ്റേജ്, എറർക്ക് സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് സംഭവിക്കും. ഈ എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ വാല്യൂവിൽ നിന്നും തെറ്റായി എഴുതിയ വാല്യൂ കുറച്ചിട്ട് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 പെർസെൻറ്റേജ് ആക്കാനാണ് ഈ ഇൻറ്റു 100 കൊടുക്കണേ. അപ്പോൾ ഒറിജിനൽ വാല്യൂ 5/4 മൈനസ് തെറ്റായ വാല്യൂ 4/5 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ 5/4 ഇൻറ്റു 100. അത് അത്രയും സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമ്മുടെ ആൻസർ 36% എന്ന് കിട്ടും. ക്ലിയർ ആണ്. അടുത്തത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ മെം സെഷനിലൂടെ പെർസെൻറ്റേജിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും, ഇത് പെർസെൻറ്റേജിൻ്റെ ലാസ്റ്റ് മെം സീരീസ് ആണ്. അപ്പോൾ ഇത് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 1/4 ഓഫ് രാജുസ് മണി, രാജുവിൻ്റെ പൈസയുടെ 1/4. അപ്പോൾ 1/4 രാജു. ഓക്കെ, രാജുവിൻ്റെ പൈസയുടെ 1/4 എന്ന് പറയുന്നത് രാമുവിൻ്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ 1/6 തുല്യമാണ്. ഓക്കെ, രാജുവിൻ്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ 1/4 എന്ന് പറയുന്നത് രാമുവിൻ്റെ കയ്യിലിരിക്കുന്ന പൈസയുടെ 1/6 തുല്യം. ഇഫ് ബോത്ത് ടുഗദർ ഹാവ്, രണ്ടുപേരുടെയും കയ്യിൽ മൊത്തത്തിൽ 600 രൂപയുണ്ടെങ്കിൽ അവരുടെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ എമൗണ്ട്, അവരുടെ കയ്യിലുള്ള തുകയുടെ ഡിഫറൻസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജു ഈസ് ടു രാമു എന്ന് നമുക്ക് ആദ്യം എഴുതാം. രാജു ഈസ് ടു രാമു. രാജുവിൻ്റെയിലും രാമുവിൻ്റെയിലും ഇരിക്കുന്ന പൈസയുടെ തുകയെ ഒരു റേഷ്യോയുടെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ 1/4 ഈസ് ടു 1/6 എന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ രാജുവിൻ്റെയും രാമുവിൻ്റെയും കയ്യിലിരിക്കുന്ന പൈസയുടെ എമൗണ്ടിനെ നമുക്ക് 1/4 ഈസ് ടു 1/6 എന്ന് പറയാമല്ലോ. രാജു 1/4ഉം രാമു 1/6ഉം അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം. ഇനി ഈ രണ്ട് നമ്പറിനെ നമുക്ക് തലതിരിച്ചങ്ങിടാം, വ്യുൽക്രമം റെസിപ്രോക്കൽ എഴുതാം. അപ്പോൾ രാജു ഈസ് ടു രാമു ഇസ് ഈക്വൽ ടു 4:6. അപ്പോൾ രാജുവിൻ്റെയും രാമുവിൻ്റെയും കയ്യിലുള്ള പൈസയുടെ റേഷ്യോ 4:6 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് അവരുടെ കയ്യിലുള്ള പൈസയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ എമൗണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ അവരുടെ കയ്യിലുള്ള തുകയുടെ വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ എമൗണ്ട്, അവരുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അവരുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത്, രണ്ടുപേരുടെ കൂടെ കയ്യിൽ മൊത്തം 600 രൂപയുണ്ട്, അതേ ഇൻറ്റു, ശ്രദ്ധിച്ച് കേൾക്കണം, അതേ ഇൻറ്റു അവരുടെ രണ്ടുപേരുടെയും കൂടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതേ ഇൻറ്റു, അവിടെ ഒരു കാര്യം, ഈ രാജുവിൻ്റെയും രാമുവിൻ്റെയും കയ്യിലുള്ള എമൗണ്ടിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എഴുതിക്കൂടെ? 2:3 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ. 4:6നെ 2:3 എന്ന് എഴുതാം. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇനി അവരുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അവരുടെ കയ്യിൽ ടോട്ടൽ എത്ര രൂപയുണ്ട്? 600 രൂപയുണ്ട്. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ റേഷ്യോയുടെ ഡിഫറൻസ് എഴുതണം. അപ്പം 3 - 2 ഡിവൈഡഡ് ബൈ റേഷ്യോയുടെ സം ഇവിടെ എഴുതണം. ഈ പാർട്ട് ശ്രദ്ധിക്കണം. ഈ പാർട്ടിൽ എന്താ നമ്മൾ ചെയ്തത്? അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ എത്ര രൂപ ഉള്ളത്? അവരുടെ രണ്ടുപേരുടെയും കൂടെ കയ്യിൽ മൊത്തം 600 രൂപയുണ്ട്. 600 ഇൻറ്റു റേഷ്യോയുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റേഷ്യോയുടെ സമ്മ്. അപ്പോൾ റേഷ്യോയുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3 - 2 ഡിവൈഡഡ് ബൈ 5. ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതാ ഈ 3 2 പോയാൽ 1 കിട്ടും. അപ്പോൾ 600 ഇൻറ്റു 1/5 എന്ന് കിട്ടും. ഈ 5ഉം ഈ 6ഉം കൂടെ വെട്ടിപ്പോവും ഒരു തവണ. ബാക്കി 1 10ൽ 5 2 തവണ, ഒരു 0 ബാക്കിയുണ്ട്, 120. സോ ഇവരുടെ കയ്യിലുള്ള രാജുവിൻ്റെയും രാമുവിൻ്റെയും കയ്യിലുള്ള എമൗണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ക്ലിയർ ആണ്? രാജുവിൻ്റെയും രാമുവിൻ്റെയും കയ്യിലുള്ള എമൗണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ക്ലിയർ ആണ്? ഇത് നല്ല ചോദ്യമാണ്. ദാ ഈ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാം ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ചോദ്യമാണ്, നന്നായിട്ട് ചോദ്യം അത് നോക്കി പഠിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, പിക്ക് ഔട്ട് ദ നമ്പർ വിച്ച് വുഡ് ബി ട്വൈസ് ആസ് മച്ച് ആസ് 1/4 ഓഫ് 40. അപ്പം ഏതോ ഒരു നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 40ൻ്റെ 1/4 ആണ്. നമ്പർ ഏതാ? ഏതോ ഒരു നമ്പർ.
നമ്പർ ഏതാ എക്സ്, ആ നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x. ഏതോ ഒരു നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 40ൻ്റെ 1/4 ആണ്. 40ൻ്റെ 1/4 ഏതോ ഒരു നമ്പറുണ്ട്, നമുക്ക് ആ നമ്പർ അറിയില്ല. ആ നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 40ൻ്റെ 1/4 ആണ്. നമ്മൾ ഈ നാലും കൂടെ വെട്ടിപ്പോകുന്നു, ഒരു പ്രാവശ്യം 10. അപ്പം 2x = 10 എന്ന് കിട്ടുന്നു. അപ്പം x = എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലെ? ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ 10/2. അപ്പം ഇവിടെ കണ്ടോ, x കണ്ടുപിടിക്കുക 10/2. 10/2 എത്രയാ? 5. സോ ആൻസർ 5 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 40ൻ്റെ 1/4 ആണ്. നമ്പർ x ഇരട്ടി എന്ന് പറയുമ്പോൾ 2x. ഇരട്ടി എന്ന് പറയുമ്പോൾ x² എന്ന് എടുക്കരുത്, ഇരട്ടി എന്ന് പറയുമ്പോൾ 2x. 40 × 1/4. ഇതിൽ 4ഉം ഈ 4ഉം കൂടെ വെട്ടിപ്പോൾ ഒരു പ്രാവശ്യം 10. 2x = 10. x കണ്ടുപിടിക്കാൻ 10/2 = 5 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 240. 16ാമത്തെ ചോദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ ചോദ്യമാണ്. 240 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഈ 240 രൂപയെ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്കും ബിക്കും സിക്കുമായി ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. 240 രൂപ എക്കും ബിക്കും സിക്കുമായി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടിയ വിഹിതം, ഷെയർ ഓഫ് എക്ക് കിട്ടിയ വിഹിതം ബിയേക്കാൾ 40 കൂടുതലാണ്. എന്നാൽ സിയേക്കാൾ 40 കുറവുമാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എയുടെ വിഹിതം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, എക്ക് കിട്ടിയ വിഹിതം എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 പേരുണ്ട്. ഇതിൽ എയുടെ വിഹിതം എന്ന് പറയുന്നത് സിയേക്കാൾ 40 കുറവാണ്. അപ്പം സിക്ക് 40, ഇപ്പം എയുടെ വിധം ഈ എക്സ് ആണെങ്കിൽ ഇതിന് സിക്ക് x+40 ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എയുടെ വിഹിതം സിയേക്കാൾ 40 കുറവെന്ന്. ശരിയാണോ? നോക്കൂ, എയുടെ വിഹിതം സിയുടെ വിഹിതത്തെക്കാൾ 40 കുറവ് എന്ന് പറയണമെങ്കിൽ സിക്ക് 40 കൂടുതലായല്ലേ പറ്റുള്ളൂ. 40 കൂടുതൽ, സിക്ക് 40 കൂടിയാലല്ലേ എക്ക് 40 കുറവെന്ന് പറയാൻ പറ്റൂ സിയെ വെച്ച് നോക്കുമ്പോൾ, അല്ലേ? അപ്പം എയുടെ വിഹിതം x ആണ്. ഇനി എയുടെ വിഹിതം ബിയെ വെച്ച് നോക്കുമ്പോൾ 40 കൂടുതലാണ്. അപ്പം ബിയുടെ വിഹിതം എത്രയായിരിക്കണം? x-40. ഇതാദ്യം പഠിക്കണം. ഈ സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പം 240 രൂപ എക്കും ബിക്കും സിക്കുമായി നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ സിക്ക് കിട്ടിയതിനേക്കാൾ, അല്ലെങ്കിൽ സിക്ക് കിട്ടിയതിനേക്കാൾ 40 കുറവ്. സിക്ക് കിട്ടിയതിനേക്കാൾ 40 കുറവാണ് കിട്ടിയത്. ബിക്ക് കിട്ടിയതിനേക്കാൾ 40 കൂടുതലും കിട്ടി. അപ്പം എയുടെ ഷെയർ എക്സ് ആണെങ്കിൽ സിക്ക് എയേക്കാൾ 40 കൂടുതലുണ്ട്, ബിക്ക് എയേക്കാൾ 40 കുറവുണ്ട്. ഇത് എഴുതുന്ന സ്റ്റെപ്പ് ഗംഭീരമായി മനസ്സിലാക്കിയേ പറ്റൂ. ഇവർക്ക് 3 പേർക്കും കൂടി എത്രയായ എമൗണ്ട്? 240. അപ്പോൾ നമ്മൾ എഴുതുകയാണ് എക്സ് എയുടെ വിഹിതം, x-40 ബിയുടെ വിഹിതം, x+40 ബിയുടെ വിഹിതം, ഇത് എയുടെ വിഹിതം, ഇത് സിയുടെ വിഹിതം. ഇതെല്ലാം കൂടി 240 അല്ലേ ഉള്ളൂ, അല്ലേ? ഈ എക്സും ഈ എക്സും കൂടി 3x, ഈ -40 +40 വെട്ടിപ്പോകുന്നു. 3x = 240. എക്സ് കണ്ടുപിടിക്കാൻ 240/3. ഈ 3 കൊണ്ട് വെട്ടുന്നു, ഇതിനെയും വെട്ടുന്നു. 8 പ്രാവശ്യം 80. അപ്പം 80 ആണ് എക്സ്. 80 ഓപ്ഷനിൽ കാണും, എഴുതരുത്. ബിയുടെ ഷെയർ എത്രയെന്നാണ് ചോദ്യം. ബിയുടെ ഷെയർ നമ്മൾ x-40 എന്ന് കൊടുത്തിട്ടുണ്ട്. ബിയുടെ ഷെയർ x-40 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ് 80 ആണെങ്കിൽ 80 - 40, സോ ദ ആൻസർ ഈസ് 40. ഇതാണ് ശരിയായ ഉത്തരം. ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്. 240 രൂപ 3 പേർക്കായി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിൽ എയുടെ വിഹിതം എന്ന് പറയുന്നത് ബിയേക്കാൾ 40 കൂടുതലും സിയേക്കാൾ 40 കുറവുമാണ്. അപ്പം എയുടെ വിഹിതം എക്സ് ആയാൽ സിയേക്കാൾ 40 കുറവാണ് എക്ക്. അപ്പോൾ സിയുടെ വാല്യൂ എന്തായിരിക്കണം? x+40 ആയിരിക്കണം. എന്നാൽ എയുടെ വിഹിതം ബിയേക്കാൾ കൂടുതലാണ്. അപ്പം ബിയുടെ വിഹിതം എന്തായിരിക്കണം? x-40 ആയാലേ പറ്റുള്ളൂ. ഇതെല്ലാം കൂടിയാണ് 240. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3x കിട്ടും.
240 കിട്ടും. 240 നമുക്ക് അവസാനം എക്സിൻ്റെ വാല്യൂ എടുക്കുന്നു. ഈ എക്സിൻ്റെ വാല്യൂ എടുത്ത് ബിയുടെ ഷെയറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ബിയുടെ ഷെയർ കിട്ടുന്നു. 40 ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. 10% ഓഫ് എക്സ്, എക്സിൻ്റെ 10%, എക്സിൻ്റെ 10%. ഒരു നമ്പറിൻ്റെ 10% എഴുതാൻ പറഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു 10/100. ഓക്കെ, ഒരു നമ്പറിൻ്റെ 10% എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന എക്സിൻ്റെ 10% എന്ന് പറയുന്നത് വൈയുടെ 25%. വൈ ഇൻറ്റു 25/100. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഈ വൈ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഈ വൈ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇവിടെ 25/100 ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ഈ ഇൻറ്റു 10/100 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഇങ്ങനെ അത് റെസിപ്രോക്കലാവും. 100 ഡിവൈഡഡ് ബൈ 10 എന്നാവും. ഈ 100ഉം ഈ 100ഉം വെട്ടിപ്പോവും. ഇതും വെട്ടിപ്പോവും. 5 കൊണ്ട് 5 പ്രാവശ്യം 2 പ്രാവശ്യം x/y ഇസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടുന്നു. x/y ഈസ് ഈക്വൽ ടു 5/2. സോ ദ ആൻസർ ഈസ് 5/2 എന്നാണ്. ക്ലിയർ ആണ്? 5/2 എന്നാണ് ഈ 17ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം നമ്മളോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ സൈഡ് 20% നമ്മൾ കൂട്ടുന്നു. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലേ? എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. ഒരു സ്ക്വയറിൽ ഒരു വശം നമ്മൾ എന്ത് ചെയ്യുന്നു? 20% കൂട്ടുകയാണെങ്കിൽ ഏരിയയിൽ എന്ത് മാറ്റം വരും? അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഏരിയ എത്രയാണ് കൂടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ഫോർമുലയുണ്ട്, പഠിച്ചു വെക്കണം. ഇത് ഈ 2011 ഒരു അസിസ്റ്റന്റ് ഗ്രേഡ് 2 ക്ലർക്ക് ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഒരു സ്ക്വയറിൻ്റെ, ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 20% കൂട്ടിയാൽ അതിൻ്റെ പരപ്പളവിന് എത്ര മാറ്റം വരും എന്ന് കണ്ടുപിടിക്കാൻ ഇതാണ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ ഗംഭീരമായി പഠിച്ചു വയ്ക്കുക. x+y+xy/100. ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിൽ നിന്നാണ് നമുക്ക് കണക്ക് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്നിടത്ത് 20% കൊടുക്കുക, പ്ലസ് വൈ എന്ന് പറയുന്ന സ്ഥലത്തും 20% കൊടുക്കുക. ഇനിയിപ്പോൾ റെക്റ്റാങ്കിളാണ് ചോദിക്കണമെങ്കിൽ എക്സ് നീളവും വൈ വീതിയുമായിട്ട് എടുക്കുക കേട്ടോ. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നീളവും വീതിയും എല്ലാം ഒന്ന് തന്നെ, അതുകൊണ്ടാണ് ഈ 2 പ്ലേസിൽ നമ്മൾ 20 കൊടുത്തത് കേട്ടോ. ഇനി എക്സ് വൈക്ക് പകരം 20 × 20/100 കൊടുക്കുക. ഈ 0 ക്യാൻസൽ, 0 ക്യാൻസൽ. 20 40 40 2 × 2 4, 40ഉം 4ഉം 44% ഉത്തരം. 44% ആണ് ഇതിൻ്റെ കൃത്യമായ ആൻസർ. അതായത് ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 20% കൂട്ടിയാൽ അതിൻ്റെ പരപ്പളവ് 44% കൂടും. 44% കൂടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 56% ഓഫ് 9. 9ൻ്റെ 56% എങ്ങനെ എഴുതുക? അപ്പോൾ 56 × 9/100 പ്ലസ് അതിൻ്റെ കൂടെ എന്ത് പ്ലസ് ചെയ്യണം? 44% ഓഫ് 4. അപ്പോൾ 44% ഓഫ് 4 എന്ന് പറയുമ്പോൾ 4 × 44/100. ഇങ്ങനെ ചെയ്താൽ x% ഓഫ് x% എന്ന് പറയുമ്പോൾ x/100 ഓഫ് 34 കിട്ടും. ശ്രദ്ധിക്കൂ ഒന്നും കൂടി. 9ൻ്റെ 56%വും 4ൻ്റെ 44% കൂടെ കൂട്ടിയാൽ 34ൻ്റെ x% കിട്ടുമെങ്കിൽ എക്സിൻ്റെ വില എന്ത്? ഇവിടെ നമ്മളൊരു ഇങ്ങനൊരു ബ്രാക്കറ്റൊക്കെ കൊടുത്തു. 56ൻ്റെ 9%, 56 × 9/100. 44ൻ്റെ 44%, 4 × 44/100. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടിലും 100 കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഈ 100നെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കുന്നു. അങ്ങനെ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കുമ്പോൾ 1/100. ഞാൻ 100നെ വെളിയിൽ എഴുതി. ഇനി ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിനകത്ത് ഇനി /100 ഇല്ല. ഇവിടെയും /100 ഇല്ല, കാരണം 1/100നെ ഞാൻ പുറത്തെടുത്തു. ഇനി ഇവിടെ എന്താ ഉള്ളത്? 56 × 9 ഉണ്ട്, പ്ലസ് ഇവിടെ 4 × 44 ഉണ്ട്. ക്ലിയർ ആണേ? ഓക്കെ, ഈസ് ഈക്വൽ ടു x/100. ഈ 34ൻ്റെ x എത്രയാ? 34x/100. സമത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു /100 കാണാം, അത് വെട്ടാം. സമത്തിൻ്റെ ഇപ്പുറത്ത് ഒരു ഇൻറ്റു രൂപത്തിൽ ഒരു /100 കാണാം, അത് വെട്ടാം. ഇല്ലെങ്കിൽ പോട്ടെ, ഈ 1/100നെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ ആരെയും വെട്ടിയിട്ടില്ല.
നമ്മളിവിടെ ആരെയും വെട്ടിയിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് ഇനി ഈ ഒരു 1/100നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോൾ 56 × 9 പ്ലസ് 4 × 44 = ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ 34x/100. ഈ 1/100 അപ്പുറത്ത് പോകുമ്പോൾ 100/1 ആവും. ഈ 100ഉം ഈ 100ഉം കൂടെ വെട്ടിപ്പോയി. ഇനി നമുക്ക് 56 × 9 എത്രയെന്ന് നോക്കണം. 56 × 9 ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് 504. 44 × 4 176. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 680. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതെത്രയാണ്? 34x. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 680 = 34x. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 34 ഇപ്പുറത്ത് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എക്സിൻ്റെ വാല്യൂ x = 680/34. 2 കൊണ്ട് വെട്ടി ചെറുതാക്കുക. 2 കൊണ്ട് വെട്ടുന്നു 17 പ്രാവശ്യം. ഇവിടെയും 2 കൊണ്ട് നമ്മൾ വെട്ടുന്നു 340 പ്രാവശ്യം. ഇനി നമുക്ക് 17 കൊണ്ട് വെട്ടാം. ഇവിടെ 17 കൊണ്ട് വെട്ടുന്നു 1 17. 34-ൽ 2 17, 2 0 20 ആണ്. സോ ദ ആൻസർ ഈസ് 20. എക്സിൻ്റെ വാല്യൂ 20 ആണ്. നല്ല ചോദ്യമാണ്. കണക്കറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ചോദ്യമാണ്. എൻ്റെ പൊന്നു പിള്ളേരെ, മെമ്മ് കണ്ടേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് മെമ്മ് കാണണം എന്ന് പറയാൻ കാരണം, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മെമ്മ് കാണണമെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് യൂട്യൂബിലെ വ്യൂസ് നല്ല കുറവാണ്. കുറേ നാൾ ചെയ്യാതിരുന്നു. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും വന്നപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം, നമ്മുടെ ഫാൻ എല്ലാവരും മറ്റുള്ള ചാനലിലേക്ക്, ചില ആൾക്കാരൊക്കെ പഠിത്തമൊക്കെ നിർത്തിയൊക്കെ പോയവരുണ്ട്. പലരും നമ്മുടെ ഹാജാസ് PSCയുടെ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഈ ചാനൽ അറിഞ്ഞുകൂടാത്തവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഫ്രണ്ട് സർക്കിളിലോട്ടെല്ലാം ഇത് എത്തിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ലൈവ് റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഓഫറുണ്ട്. നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് എത്രയാണ്? 1 നമ്മൾ ന്യൂ ഇയറിന് കൊടുത്ത അതേ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതേ പ്ലസ് GST കൂടെ ചേരുമ്പോൾ 2269. എടാ, ഇതെന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ നല്ല ഈ ക്ലാസ്സിന് നിങ്ങൾ ഇതിൻ്റെ ഒരു 10 ഇരട്ടി വിലയിട്ടാൽ 22,690 രൂപയാവും. സത്യം, അത്രയും ഉണ്ട്. അത്രയ്ക്കും ക്ലാസ് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ക്ലാസ് ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പക്ക ബാച്ചാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഇതേപോലെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.